ഹലോ. വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് ബീച്ചിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ സ്റ്റേഷനറി, ഹോട്ടല്, ചെരുപ്പ്, വസ്ത്രം എല്ലാം കിട്ടും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സ്റ്റേഷനറി കടകളില് ഓരോ വിങ്ങില് 10 രൂപയുടെ ബോർഡ്, 20 രൂപയുടെ ബോർഡ്, 30 രൂപയുടെ ബോർഡ്, 40 രൂപയുടെ ബോർഡ്, 50 രൂപയുടെ ബോർഡ്. ആ വിങ്ങില് വന്നു കഴിഞ്ഞാൽ ഏതെടുത്താലും 50 രൂപ, ഏതെടുത്താലും 10 രൂപ. അപ്പോ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കാണാം. ഈ ഹോട്ടലിന്റെ പ്രത്യേകത ഇവിടെ ദോശ, ഇഡ്ഡലി, ഊണ്, മീൻ വറുത്തത്, ചിക്കൻ, ബീഫ് എല്ലാം കിട്ടും. ഈ പകലത്തെ തിരക്ക് കണ്ട് എന്തായിരിക്കും രാത്രി എന്ന് വിചാരിച്ച് മറ്റുള്ള ഫോറിൻ രാജ്യങ്ങളിലെ പോലെ തിരക്ക് പിടില്ല. 10 മണി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് വിജനമാകും. തന്നെയല്ല, അത്യാവശ്യം ധർമ്മക്കാരുടെ ശല്യം, തെണ്ടല് ഭയങ്കരാണ് അവിടെ. വരുന്നവര് തീർത്ഥാടകര് പൈസ കൊടുത്തിട്ടാണ്. ഞാൻ കപ്പലണ്ടി മേടിക്കാൻ നോക്കി, കിലോന് 120 രൂപ. അപ്പോ കിലോനല്ല, ഇടങ്ങാഴി തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം വേണ്ടെന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് ഇപ്പൊ ഇടങ്ങാഴിയില് കണ്ണി കണ്ട് മറച്ചു വെച്ചോക്ക, നമുക്ക് കിലോ കിട്ടി കഴിഞ്ഞ ഒരു വിശ്വാസം ഉണ്ടാവില്ല. ഇതാണ് സ്റ്റേഷനറി കടകളുടെ തിരക്ക്. ബീച്ച് കാണാൻ പോവാന്ന് പറഞ്ഞ് വന്നാൽ ഒരിക്കലും സ്ത്രീകളെ കൊണ്ടുവരരുത്. ബീച്ചിലേക്ക് അവരെത്തില്ല. അവർ ഓരോ കടയിലെ മുമ്പില് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞു നിൽക്കും. ഇതാണ് ചെട്ടിനാട് ഹോട്ടല്. അത് ഒരുവിധം തിരക്കേടില്ലാത്ത ഹോട്ടലാണ്. എല്ലാ സാധനവും ഇവിടെ കിട്ടും. രാത്രിയായാൽ ഈ കടകളുടെയും ഈ ഹോട്ടലിന്റെയും ഗല്ലിയില് അത്യാവശ്യം സ്ത്രീകളും പുരുഷന്മാരും നല്ല മദ്യപാനാണ്. തന്നെയല്ല, ഒരു 50% അനാശാസ്യം ഇവിടെ നടക്കുന്നുണ്ട്. പോലീസ് റെയ്ഡോ മറ്റുള്ള ചെക്കിങ്ങോ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം സുഖലോലിപ്പന്മാര് ഇവിടെ വരുന്നത്. തന്നെയല്ല, ഒരു രാവിലെ 10 മണി മുതൽ 3 മണി വരെ ഇവിടെ അത്രയധികം തിരക്കുണ്ടാവില്ല. ഭയങ്കര ചൂടായിരിക്കും. കടക്കാര് ചിലപ്പോ ഷീറ്റൊക്കെ വലിച്ചു കെട്ടും, എന്നാലും നടക്കാൻ പറ്റില്ല. രാവിലെ 3-3:30 മുതൽ ഇവിടെ തിരക്ക് ആരംഭിക്കും. അത് ഏകദേശം 9:30 മണി വരെ ഉണ്ടാവും. വെയില് അവിടെ നിന്ന് അടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ രാവിലെ ഇത്ര തിരക്ക്. ഒരു വർഷം വന്നപ്പോ രാവിലെ വരുന്നേക്കാളും കൂടുതൽ തിരക്ക് വൈകിട്ടാണ് അനുഭവപ്പെട്ടത്. 2004 ഇവിടെ സുനാമി അടിച്ചപ്പോ ഏകദേശം 750 പേരാണ് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയത്. അത് പള്ളി കഴിഞ്ഞ് നാഗപട്ടണം ബസ് റൂട്ടില് മെയിൻ റോഡില് ഒരു സ്തൂപം കാണാം. ബസ്സിൽ പോകുമ്പോ കാണാം. എല്ലാവർക്കും കൂടി ഒരു കല്ലറ, വലിയൊരു കുഴി കുഴിച്ചു എല്ലാവരും ഇട്ടു, മറ്റേ ദഹിപ്പിച്ചു, മണ്ണിട്ട് മൂടി, അതും ഒരു കല്ലറ പണിതു. അന്നത്തെ ഏറ്റവും വലിയ ഒരു ദുഃഖവാർത്തയാണ്. സിസ്റ്റർമാർക്ക് കടലിൽ ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ഉടുപ്പ് വരാൻ വയ്യ. കുറെ നേരം ആലോചിച്ചു നോക്കി, എന്ത് ചെയ്യാം. കയ്യും കാലും അരിക്കണുണ്ട്, ഒന്ന് വെള്ളത്തില് തൊടും വേണം. അങ്ങനെ കുറെ നേരം സിസ്റ്റർമാര് നിന്നു.
അങ്ങനെ ബാഗും മൊബൈലൊക്കെ മറ്റുള്ള സിസ്റ്റർമാരുടെ കയ്യിൽ കൊടുത്ത് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ തിരമാല നല്ല ശക്തിയിൽ വന്നു. ശക്തി കൂടിയപ്പോ സിസ്റ്റർമാര് പിൻവലിച്ചു. എന്നാലും ഒരു സിസ്റ്റിന് വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ സിസ്റ്റർ തീരുമാനിച്ചു വെള്ളത്തിൽ ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ സിസ്റ്റർ നോക്കി നിൽക്കെ മറ്റുള്ള സിസ്റ്റർമാരോട് പറഞ്ഞ് സിസ്റ്റർ വെള്ളത്തിലേക്ക് ഇറങ്ങി. അത് വീഡിയോയിൽ കാണാം. അറ്റത്തേക്ക് നോക്കിയാൽ കാണുന്നതാണ് കടലിന്റെ അറ്റം. ലക്ഷദ്വീപ് എല്ലാം ആ ഭാഗത്താണ് കാണുന്നത്. അങ്ങനെ ലാസ്റ്റ് സിസ്റ്റർ ഇറങ്ങി. സിസ്റ്ററിന് ഒരു സുഖം കിട്ടി. ഇവിടെ വരുന്നവര് നാനാജാതി ഭക്തരാണ്. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും വരുന്നവര്. ഈ കളിക്കുന്ന കുട്ടികളൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആണ്. അവർക്ക് സ്ഥിരം ഇതാ പരിപാടി. അത്യാവശ്യം കളവുണ്ട്. ബാഗ്, ചെരുപ്പ് സൂക്ഷിച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും. യാതൊരു സംശയമില്ല. അതുപോലെ ധർമ്മക്കാര്, സാമൂഹ്യ ദ്രോഹികള്, എല്ലാവിധ വേഷം കെട്ടുണ്ട് ഇവിടെ. കണ്ണിലെണ്ണൊഴിച്ച് ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് വേണം ഇവിടെ നിന്ന് പോകാൻ. അല്ലെങ്കിൽ കണ്ണീര് കുടിക്കേണ്ടി വരും. ഗംഭീര നഷ്ടമാണ്. വേളങ്കണ്ണി മാതാവിന് അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ഇവിടെ വരുന്ന എല്ലാവരും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ താമസിച്ചിട്ട് പോകുന്ന കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. അവരിവിടെ വന്ന് റൂമെടുത്ത് ഭക്ഷണം പാകം ചെയ്ത് തിന്നും കുടിച്ചും കുളിച്ചും അവര് ഒരു 1-2 ആഴ്ച ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ നിന്നും പോകുന്നത്. കാരണം അവനവൻ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വേറെ ശല്യങ്ങളൊന്നുമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഭക്തിസാന്ദ്രമായ സ്ഥലം. ഏകദേശം 150 ഏക്കറിൽ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന സ്ഥലം. അവിടെ മറ്റുള്ള ഗവൺമെന്റ് പോലീസ് അധികാരികൾ അവരുടെ ശല്യങ്ങളൊന്നുമില്ല. പക്ഷേ പള്ളി വക റൂം എടുത്താൽ ഇപ്പോ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് ടിപ്പ് ചോദിക്കുക, പൈസ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക. അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലും അവരിടപെടും. നല്ലൊരു സ്റ്റാച്ചു ആണ് യേശുവിന്റെ. വെള്ളയണി മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് കമന്റ് വഴിയോ വാട്സപ്പ് വഴിയോ എന്നെ അറിയിക്കുക. അത് കേൾക്കുമ്പോൾ ഒരു സമാധാനം സുഖം. താങ്ക് യു.